ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത കായിക മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ പുതിയ ഭരണസമിതി നിയമ നടപടിക്ക് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ബ്രിജ്ഭൂഷൺ സിംഗ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം റെസ്ലിംഗ് ഫെഡറേഷന്റെ പുതിയ നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന് അവകാശപ്പെട്ട് മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ തന്നെ രംഗത്തെത്തി. मैंने कुश्ती से संन्यास ले लिया है। मेरा लोकसभा का चुनाव आ रहा है और भी मेरे पास बहुत काम है, तो अब जो भी कहना होगा, सरकार से बात करनी होगी या कोर्ट में जाना होगा, इससे मेरा कोई लेना देना नहीं है। अब ये नई फेडरेशन करेगी. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമ പോരാട്ടം കൂടി നടക്കാൻ പോവുകയാണല്ലോ അച്യുതൻ. തീർച്ചയായിട്ടും റീജിത്തെ, കായിക മന്ത്രാലയം ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതി ഈ നിയമപരമായി ഒരു പോരാട്ടത്തിലേക്ക് കൂടി ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നേരത്തെ ബ്രിജ്ഭൂഷൺ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് ഈ നിയമ നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് പുതിയ ഭാരവാഹികൾ, അതായത് നിലവിലെ ഗുസ്തി ഫെഡറേഷനാണ് അത് വിശദീകരിക്കേണ്ടത്, അത് തനിക്കതിൽ മറുപടിയൊന്നും പറയാനാകില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, പുതിയ ഭരണസമിതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ സഞ്ജയ് സിംഗ് തന്റെ ബന്ധുവല്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയത്ത് ഈ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമിതി ഈ ഒരു ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സുതാര്യമായി ആണ് നടന്നത്, അതിൽ വേറെ ബാക്കി ഇടപെടലുകൾ ഇല്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ ഈ ലൈംഗിക ആരോപണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോൾ പ്രതികരിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം സാക്ഷി മാലിക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട്, കായിക മന്ത്രാലയത്തിന്റെ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ഈ പുതിയ സമിതി അത് അധികാരത്തിൽ വന്നപ്പോൾ ഉയർന്ന ആരോപണം ബ്രിജ്ഭൂഷന്റെ അടുത്ത അനുയായിയാണ് സഞ്ജയ് കുമാർ സിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഗുസ്തി താരങ്ങൾ ഉയർത്തിക്കാട്ടിയത്. അതിൽ അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം സാക്ഷി മാലിക് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടുപുറകെ പത്മശ്രീകൾ തിരികെ നൽകുമെന്ന് ബജ്രംഗ് പുനിയയും അതുപോലെ തന്നെ വീരേന്ദർ സിംഗും അറിയിക്കുകയുണ്ടായി. അങ്ങനെ പ്രതിഷേധം കടുപ്പിച്ചു വന്ന സമയത്താണ് ഈ സമിതിക്കെതിരെ കായിക മന്ത്രാലയത്തിന്റെ നടപടി. ഭരണഘടനാ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പുതിയ ഭാരവാഹികൾ ഉൾപ്പെട്ട ഈ സമിതിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റീജിത്ത്, ശരി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.